ദീർഘകാല നിക്ഷേപത്തെക്കുറിച്ചുള്ള പരമ്പരയുടെ രണ്ടാം ഭാഗമായ ഈ വീഡിയോയിൽ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷന്റെ പ്രാധാന്യവും എങ്ങനെ മികച്ച രീതിയിൽ വൈവിധ്യവൽക്കരിക്കാം തുടങ്ങിയ കാര്യങ്ങളുമാണ് വരുന്നത്. എന്താണ് പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ? നിങ്ങളുടെ ആസ്തികൾ വൈവിധ്യവൽക്കരിക്കുന്നതിലൂടെ നിങ്ങളുടെ നിക്ഷേപ പോർട്ട്ഫോളിയോയിൽ റിസ്ക്കും റിവാർഡും സന്തുലിതമാക്കുന്നതിനുള്ള ഒരു മാർഗമാണിത്. ചുരുക്കി പറഞ്ഞാൽ വിവിധ സെക്ടറുകളിൽ നിന്നുമുള്ള വ്യത്യസ്ത സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുന്നതിനെയാണ് വൈവിധ്യവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാലക്രമേണ നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ ചാഞ്ചാട്ടം കുറയ്ക്കാൻ സഹായിക്കുന്നതിനാണ് ഈ സമ്പ്രദായം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒരു സ്റ്റോക്ക്, സെക്ടർ അല്ലെങ്കിൽ അസറ്റ് ക്ലാസ് ഇടിഞ്ഞാൽ മറ്റുള്ളവ ഉയർന്നേക്കാം എന്നതാണ് ഈ ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗണിതശാസ്ത്രപരമായി വൈവിധ്യവൽക്കരണം പോർട്ട്ഫോളിയോയുടെ മൊത്തത്തിലുള്ള അപകടസാധ്യത കുറയ്ക്കുന്നു. ഇനി വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി ഏതെല്ലാം സെക്ടറുകൾ എത്ര ശതമാനത്തിൽ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തണം എന്ന് ഒരു സാമ്പിൾ പോർട്ട്ഫോളിയോയിലൂടെ വിശദമാക്കാം. ഒരു സ്റ്റോക്ക് പോർട്ട്ഫോളിയോ എന്നത് പല സെക്ടറുകളിൽ നിന്നുള്ള ഓഹരികൾ അടങ്ങിയതായിരിക്കണമെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇതിൽ 15% ബാങ്കുകൾ, മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ അടങ്ങിയ BFSI അഥവാ ഫിനാൻസ് മേഖലയിൽ നിന്നുള്ള സ്റ്റോക്കുകൾക്ക് നീക്കിവെക്കാം. മറ്റ് IT അനുബന്ധ സർവീസുകൾക്കായി 12%, ഓട്ടോ ആൻസിലറി സെക്ടറിനായി 12%, FMCG അഥവാ ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് 10%, ഫാർമ, ഹോസ്പിറ്റൽ സർവീസസ് അടങ്ങുന്ന മെഡിക്കൽ സെക്ടറിനായി 10%, എഞ്ചിനീയറിംഗ് ആൻഡ് മാനുഫാക്ചറിംഗ് സെക്ടറിനായി 10%, ഓയിൽ ആൻഡ് ഗ്യാസ്, പവർ അടങ്ങുന്ന എനർജി മേഖലയ്ക്കായി 8%, റിയൽ എസ്റ്റേറ്റ് 8%, ക്യാപിറ്റൽ ഗുഡ്സ്, ലോജിസ്റ്റിക്സ്, മറ്റ് കൺസ്യൂമർ സർവീസുകൾ 8%, മെറ്റൽ 5%. ഇനി ബാക്കിയുള്ള 2% റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്കായി ഭാവിയിലേക്ക് മൾട്ടി ബാഗറുകളായി മാറാൻ സാധ്യതയുള്ള പെന്നി സ്റ്റോക്കുകൾക്കായി നീക്കിവെക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സെക്ടറിന് കൊടുത്തിരിക്കുന്ന വെയിറ്റേജ് 2% മാത്രമാണ്. ഇത് ഒരിക്കലും കൂടാതിരിക്കുന്നതാണ് നല്ലത്. മറ്റൊന്ന്, ഇത് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് മാത്രമാണ്. അല്ലാത്തവർക്ക് ആ 2% മറ്റ് സെക്ടറുകളിൽ കൂട്ടിച്ചേർക്കാവുന്നതുമാണ്. ഇനി ഈ സെക്ടറുകളിൽ തന്നെ എത്ര ലാർജ് ക്യാപ്, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് ഓഹരികൾ വേണമെന്നത് നോക്കാം. ഇത് കണക്കാക്കുന്നത് നിക്ഷേപകന്റെ റിസ്ക് എടുക്കാനുള്ള താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇത് കുറച്ച് ഉദാഹരണങ്ങളിലൂടെ വ്യക്തമാക്കാം. റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത നിക്ഷേപകർക്ക് ലാർജ് ക്യാപ് ഓഹരികളിൽ മാത്രം നിക്ഷേപിക്കാവുന്നതാണ്. റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ശരാശരി നിക്ഷേപകർക്ക് ഒരു സെക്ടറിൽ നിന്നും ഒരു ലാർജ് ക്യാപ്, ഒരു മിഡ് ക്യാപ് എന്നിങ്ങനെ 2ആയി നിക്ഷേപിക്കാം. കൂടുതൽ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള നിക്ഷേപകർക്ക് ഒരു സെക്ടറിൽ നിന്നും ഒരു മിഡ് ക്യാപ്, ഒരു സ്മോൾ ക്യാപ് എന്നിങ്ങനെ 2 കാറ്റഗറിയിൽ മാത്രം നിക്ഷേപിക്കാം. ഇനി താല്പര്യം ഒരു ബാലൻസ്ഡ് പോർട്ട്ഫോളിയോ ആണെങ്കിൽ ഒരു സെക്ടറിൽ നിന്നും ഈ 3 കാറ്റഗറിയിൽ പെടുന്ന ഓഹരികളിലും നിക്ഷേപിക്കാം. എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റ് റിട്ടേൺ എപ്പോഴും റിസ്ക് റിവാർഡഡ് ആണെന്ന് പറയാറുണ്ട്. കൂടുതൽ റിസ്ക് എടുക്കുന്നവർക്കാണ് കൂടുതൽ റിട്ടേൺ. എങ്കിലും അത്തരം നിക്ഷേപങ്ങൾക്ക് നഷ്ടസാധ്യതയും കൂടുതലാണ്. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഒരു മികച്ച പോർട്ട്ഫോളിയോയ്ക്ക് ഇനി പറയുന്ന 3 ഗുണങ്ങൾ കൂടി ഉണ്ടെന്ന് ഉറപ്പാക്കുകയാണ്. ഇതിൽ ആദ്യത്തേത് അഗ്രസീവ് പോർട്ട്ഫോളിയോ ആയിരിക്കണം. ഇതിനർത്ഥം കുതിച്ചു കയറുന്ന മികച്ച ഓഹരികൾ ഉണ്ടാവണം. രണ്ടാമത്തേത് ഡിഫെൻസീവ് പോർട്ട്ഫോളിയോ ആയിരിക്കണം. അതായത് വിപണികളിൽ തകർച്ച സംഭവിച്ചാലും നിങ്ങളുടെ പോർട്ട്ഫോളിയോ ആ തകർച്ചയെ പ്രതിരോധിക്കുന്നു എന്ന് ഉറപ്പാക്കുന്ന FMCG, ഫാർമ പോലുള്ള സ്റ്റോക്കുകൾ ഉൾപ്പെടുത്തണം. അവസാനമായി അതൊരു ഇൻകം പോർട്ട്ഫോളിയോ കൂടിയാണെന്ന് ഉറപ്പുവരുത്തണം. ഇൻകം പോർട്ട്ഫോളിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ഥിരമായി ഡിവിഡൻഡ് പ്രഖ്യാപിക്കുന്ന മികച്ച കമ്പനികൾ ഉൾപ്പെടുന്ന പോർട്ട്ഫോളിയോയെയാണ്. ഉദാഹരണത്തിന് IT, പൊതുമേഖലാ കമ്പനികൾ പോലെയുള്ളവ. ഇത്തരത്തിൽ ഒരു പോർട്ട്ഫോളിയോ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുന്നതാണ് വലിയ വെല്ലുവിളി. അതിനായി നിങ്ങൾക്ക് ഈ ചാനലിൽ തന്നെ കഴിഞ്ഞ ജനുവരി മുതൽ ഏപ്രിൽ വരെ അവതരിപ്പിച്ച 30 മികച്ച സ്റ്റോക്കുകൾ അടങ്ങിയ പോർട്ട്ഫോളിയോ പഠനത്തിന് വിധേയമാക്കാം. ഈ പോർട്ട്ഫോളിയോ നമ്മൾ 1 വർഷം തികയുമ്പോൾ അതിൻ്റെ പ്രകടനം വിലയിരുത്തി വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനും ആലോചനയുണ്ട്. അതുമല്ലെങ്കിൽ സ്വന്തമായി റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. നമ്മുടെ ഈ ചാനലിൽ തന്നെ 100-നടുത്ത് മികച്ച കമ്പനികളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്.
കൂടാതെ ഇനിയും ഒരുപാട് സ്റ്റോക്കുകൾ വരാനുമുണ്ട്. ഒരു കാര്യം കൂടി പറയട്ടെ, ഈ ചാനലിൽ വരുന്ന ഒരു സ്റ്റോക്കുകളും റെക്കമെൻഡേഷൻ അല്ല, മറിച്ച് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി മാത്രമാണ് കാണിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു നഷ്ടങ്ങൾക്കും ഈ ചാനലോ ഇതുമായി ബന്ധപ്പെട്ടവർക്കോ യാതൊരു ഉത്തരവാദിത്തങ്ങളും ഉണ്ടായിരിക്കുന്നതല്ല. ഇപ്പോൾ ഒരു മികച്ച സ്റ്റോക്ക് പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നതെങ്ങനെയെന്ന് കുറച്ചു പേർക്കെങ്കിലും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ നിക്ഷേപ ലോകത്തെ പവർ ഓഫ് കോമ്പൗണ്ടിംഗ് എന്ന മാന്ത്രിക വിദ്യയെ ഞങ്ങൾക്കുണ്ടായ സ്വന്തം അനുഭവത്തിലൂടെ വിവരിക്കാം. സ്റ്റോക്ക് മാർക്കറ്റ്, മറ്റ് നിക്ഷേപ മാർഗങ്ങൾ, മികച്ച സ്റ്റോക്കുകൾ, മികച്ച കമ്പനികൾ, ബിസിനസ്സുകൾ എന്നിവയെക്കുറിച്ച് അറിവ് നേടാൻ ആഗ്രഹിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ തരുന്ന എല്ലാ പിന്തുണയ്ക്കും നന്ദി. താങ്ക്സ് മച്ച് ഫോർ വാച്ചിങ്.